നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ആതുര സേവകൻ എങ്ങനെയാകണം എന്ന് നമുക്ക് നോക്കാം. ഒരു ആതുര സേവകൻ എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ്, കെയർ ഗിവർ, കെയർ വർക്കർ, അറ്റൻഡൻറ്റ് എല്ലാവരും ഇതിൽ ഉൾപ്പെടും. അതുകൊണ്ട് ആതുര സേവകർ എന്ന് പറയുന്നത് രോഗാവസ്ഥയിൽ കഴിയുന്നവർക്കോ വയോധികർക്കോ ശാരീരിക മാനസിക സഹായം ആവശ്യമുള്ളവർക്കോ സമീപത്ത് നിന്ന് പരിചരണം നൽകുന്ന ആളെന്നാണ് അർത്ഥം. ഇവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്? ശാരീരിക സഹായം നൽകുകയും രോഗിക്ക് മരുന്ന് കൊടുക്കൽ, ഭക്ഷണം കൊടുക്കൽ, ശുചീകരണം, കിടത്തി നോക്കൽ ഇവയെല്ലാം ചെയ്യാം. രോഗിയോട് സംസാരിക്കൽ, ആശ്വാസം നൽകൽ, ഒറ്റപ്പെടലിൻ്റെ ബോധം കുറയ്ക്കൽ ഇവയൊക്കെ നടത്തി മാനസിക പിന്തുണ നൽകുന്ന ഒരാളാണ്. ഡോക്ടർ പറഞ്ഞ പ്രകാരം മരുന്ന് സമയത്ത് കൊടുത്ത് ചെറിയ ഫസ്റ്റ് എയ്ഡ് സഹായങ്ങൾ ചെയ്ത് മെഡിക്കൽ പിന്തുണ ലഭ്യമാക്കുകയും വേണം. രോഗിയുടെ ദിനചര്യയിൽ കുടുംബത്തിന് ആശ്വാസം നൽകുക, ചില ഉത്തരവാദിത്തങ്ങൾ പങ്കുവെച്ച് കുടുംബത്തിന് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യണം. പാലിയേറ്റീവ് കെയർ മേഖലയിലോ വയോജന സേവന കേന്ദ്രങ്ങളിലോ വീട്ടിലെ പാലിയേറ്റീവ് കെയർ രംഗത്തോ ഇവരുടെ പങ്ക് വളരെ പ്രധാനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു രോഗിയെയും ദുർബലനെയും സ്നേഹത്തോടെ പരിചരിക്കുന്ന, അവർക്ക് ജീവിക്കാൻ ആശ്വാസവും കരുത്തും നൽകുന്ന ഒരാളായിരിക്കണം ആതുര സേവകൻ. പൊതുവായ അർത്ഥത്തിൽ ആതുര സേവകൻ എന്നത് രോഗിയോടോ ദുർബലനോടോ വയോധികനോടോ സ്നേഹത്തോട് സമീപിച്ച് അവരെ നോക്കിക്കൊള്ളുന്ന വ്യക്തിയാണ്. ആരെങ്കിലും രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ അവർക്ക് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായം വേണം എന്ന് തോന്നുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടാകണം. അപ്പോൾ വീട്ടിലെ ബന്ധുക്കളായാലും അയൽക്കാരായാലും സുഹൃത്തുക്കളായാലും നേഴ്സ് പോലെയുള്ള പരിശീലനം നേടിയ ആളായാലും ആരാണോ രോഗിയെ പരിചരിക്കാൻ മുന്നോട്ട് വരുന്നത് അയാളാണ് ആതുര സേവകൻ എന്ന് പറയുന്നത്. അതായത് പണം വാങ്ങുന്ന ജോലിയായി ചെയ്യുന്നവനെയും മനസ്സോട് സേവന മനോഭാവത്തിൽ ചെയ്യുന്നവനെയും രണ്ടും ആതുര സേവകൻ എന്ന് വിളിക്കാം. അങ്ങനെ ആതുര സേവകൻ ആരുടെയെങ്കിലും രോഗകാലത്ത് അവരുടെ വേദന കുറയ്ക്കാൻ, ദിനചര്യയിൽ സഹായിക്കാൻ സ്നേഹത്തോടൊപ്പം നിൽക്കുന്ന വ്യക്തിയായി മാറുന്നു. ഡോക്ടർ, നേഴ്സ് എന്നിവരും ആതുര സേവകർ തന്നെയാണ്. പക്ഷേ പ്രൊഫഷണൽ ആയ നിലയിലാണ് അവർ അത് ചെയ്യുന്നത്. ഡോക്ടർ രോഗനിർണയം നടത്തുകയും ചികിത്സ നൽകുകയും രോഗിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നയാളാണ്. നേഴ്സ് രോഗിയുടെ ദിനചര്യ പരിചരണം, മരുന്ന് നൽകൽ, ആശ്വാസം നൽകൽ, ആശുപത്രിയിലോ വീട്ടിലോ രോഗിയുടെ ഒഴിവാക്കാനാവാത്ത സഹായിയായി പ്രവർത്തിക്കുന്നു. പൊതുവായ അർത്ഥത്തിൽ അമ്മ ഒരു രോഗിയായ മകനെ നോക്കുന്നത്, ഭാര്യ രോഗിയായ ഭർത്താവിനെ പരിചരിക്കുന്നത്, അയൽവാസി ഒരു രോഗിയെ സഹായിക്കുന്നത് എല്ലാം ആതുര സേവനമാണ്. പ്രൊഫഷണൽ അർത്ഥത്തിൽ ഡോക്ടർമാർ, നഴ്സുമാർ, ഹെൽത്ത് വർക്കർമാർ, പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ ഇവരെല്ലാവരും ആതുര സേവകർ ആണ്. കാരണം അവരുടെ ജോലിയുടെയും ജീവിത ലക്ഷ്യത്തിൻ്റെയും കേന്ദ്രബിന്ദു രോഗിയുടെ സേവനമാണ്. അതിനാൽ ഡോക്ടറും നേഴ്സും രോഗിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ ആതുര സേവകർ ആണ്. പൊതുവായ ആതുര സേവകർ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽക്കാർ, സ്നേഹത്താലും കരുതലാലും പലപ്പോഴും സ്വമേധയാ ജോലി സേവനം ചെയ്യുന്നവർ എല്ലാവരും, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുന്നവരും എല്ലാവരും ആതുര സേവകരാണ്. പ്രൊഫഷണൽ ആതുര സേവകർ ഡോക്ടർമാർ, നഴ്സുമാർ, പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ, പരിശീലനം നേടിയ തൊഴിൽ ചെയ്യുന്നവർ എന്നിവരെല്ലാം പ്രൊഫഷണലായിട്ടുള്ള ആതുര സേവകരാണ്. ഇവർ രോഗിയെ കുളിപ്പിക്കുകയും മുറിവുകൾ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. ചുരുക്കത്തിൽ പൊതുവായ ആതുര സേവകൻ കരുതലും സ്നേഹവും കൊണ്ട് പ്രതിഫലം വാങ്ങിയോ വാങ്ങാതെയോ സേവനം ചെയ്യുന്നു. എന്നാൽ പ്രൊഫഷണൽ ആതുര സേവകൻ പരിശീലനം നേടി ആശുപത്രിയിൽ ചികിത്സയും പരിചരണവും നടത്തി പ്രതിഫലം വാങ്ങുന്ന ആളാണ്. ഒരു ആതുര സേവകൻ എങ്ങനെയായിരിക്കണം? ഒരു ആതുര സേവകൻ രോഗിയുടെ പരിചരണത്തിൽ നേരിട്ട് പങ്കാളിയാകണം. വെറും തൊഴിൽ മാത്രമല്ല, ഒരു സേവനം കൂടിയാണെന്നുള്ള ബോധത്തോടു കൂടി വേണം. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ആതുര സേവകനിൽ ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളും സമീപനങ്ങളും ഉണ്ട്. മനുഷ്യത്വത്തോടെ രോഗിയെ രോഗിയായിട്ട് മാത്രം കാണാതെ മനുഷ്യനായിട്ട് കൂടി കാണണം. വേദനയിലും നിരാശയിലും ഉള്ളവർക്ക് ചെറിയൊരു വാക്ക്, ഒരു പുഞ്ചിരി, കണ്ണുകളിൽ കരുണയുള്ള ഒരു നോട്ടം എല്ലാം ആശ്വാസം നൽകും. ക്ഷമയും സഹനശീലവും കാണിക്കണം. രോഗികൾക്ക് പലപ്പോഴും ആവർത്തിച്ച് സംസാരിക്കേണ്ടി വരാം. ചിലർക്ക് സംസാരിക്കാൻ വൈകും, ചിലർക്ക് വേദന കാരണം സഹിക്കാനാവില്ല. ഇവയെല്ലാം ചൊടിച്ചു പോകാതെ കൈകാര്യം ചെയ്യാൻ ഈ ആതുര സേവകന് കഴിയണം. മരുന്ന് കൊടുക്കൽ, ജീവപരിശോധന, അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നിവയും ഉള്ള കൃത്യതയും പ്രൊഫഷണൽ കഴിവും അദ്ദേഹത്തിന് വേണം. തെറ്റായ ഡോസോ തെറ്റായ നടപടിയോ രോഗിയുടെ ജീവന് അപകടമാകുമെന്ന് അറിയണം.
രോഗിയുടെ മനസ്സിലേക്ക് ചെന്നെത്തുന്ന രീതിയിൽ എമ്പതിയോട് സംസാരിക്കുക. അവരുടെ ഭയം, വേദന, മാനസിക സമ്മർദ്ദം എല്ലാം മനസ്സിലാക്കുക. രോഗിയുടെ വിവരങ്ങൾ വിശ്വാസത്തോടെ സൂക്ഷിക്കുക. രോഗിയുടെ പ്രശ്നങ്ങൾ ഗോസിപ്പാകരുത്. പ്രൊഫഷണൽ ലംഘനമാണത്. ഡോക്ടർമാർ, മറ്റ് നഴ്സുമാർ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തനം ചെയ്യാൻ കഴിയണം. ഞാൻ മാത്രം എന്ന് കരുതുന്ന സമീപനം ആരോഗ്യരംഗത്ത് അപകടമാണ്. CPR, ഫസ്റ്റ് എയ്ഡ്, ഓക്സിജൻ സപ്പോർട്ട്, ട്രോമ റെസ്പോൺസ് എല്ലാത്തിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അടിയന്തര സമയത്ത് ഭയക്കാതെ പ്രവർത്തിക്കാൻ കഴിയണം. ദീർഘനേരം ജോലി, സമ്മർദ്ദം, രോഗബാധയുടെ അപകടം ഇവയെല്ലാം ശ്രദ്ധിച്ച് സ്വയം പരിപാലനം ചെയ്യണം. ശരീര മനസ്സുകളെ ആരോഗ്യ സംരക്ഷണം നടത്തണം. സ്വന്തം ഹെൽത്ത് പോകാതെ നോക്കണം. അതുകൊണ്ട് ഒരു ആതുര സേവകൻ കൈകളിൽ കഴിവും ഹൃദയത്തിൽ കരുണയും മനസ്സിൽ സ്ഥിരോത്സാഹവും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ആതുര സേവകൻ എങ്ങനെയാകണം എന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതെല്ലാവർക്കും ഉപകാരപ്പെടും വിധം ഇത് നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.